ഹേ ഗായ്സ്, അപ്പോൾ എനിക്ക് വർക്കുള്ള ദിവസത്തെ ഒരു മിനി വ്ളോഗ് കണ്ടാലോ? അങ്ങനെ രാവിലെ കുറച്ച് നേരത്തെ തന്നെ ഇന്ന് എണീറ്റിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉറക്ക ക്ഷീണമൊക്കെ എൻ്റെ മുഖത്ത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹോർലിക്സ് ഒക്കെ കുടിച്ചിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വർക്ക് വരുന്നത് നാട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാണ്ട് നേരത്തെ ഒന്നും പോവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നും ചെയ്യണില്ല, സ്കിൻ കെയറും പിന്നെ ലിപ്സ്റ്റിക്കും മാത്രം തന്നെ ഇടുന്നുള്ളൂ കേട്ടോ. അങ്ങനെ റെഡി ആവലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ പെട്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ, എല്ലാ സാധനങ്ങളും ഇല്ലേ എന്നുള്ള. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് വന്നിട്ട്. തണുപ്പായതുകൊണ്ട് തന്നെ ഒരു വിൻ്റർ ടീഷർട്ടും പിന്നെ അതുപോലെ ജീനും ആണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പെട്ടിയൊക്കെ എടുത്തിട്ട് പോകുന്ന ഹസ്ബൻഡിൻ്റെ കൂടെയാണ് കേട്ടോ പോണത്. പിന്നെ ഇന്ന് എൻ്റെ കൂടെ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ കൂടി ഉണ്ട്. അപ്പോൾ ഇന്ന് മൂപ്പരിൻ്റെ കൂടെ എണീറ്റിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓനെ കൊണ്ടുവേണ്ടി വന്നു. ഇവിടെ അടുത്തായതുകൊണ്ടാണ് കേട്ടോ എടുക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലാക്കിയിട്ട് പോവും. അങ്ങനെ ഇപ്പോൾ പോണത് ഒരു 7 മണി ആ ഒരു ടൈമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ വീട്ടിൽ, അതായത് ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ ഞാൻ അവിടെ പോയതിന് ശേഷമാണ് ആൾ റെഡി ആവാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആള് ഫ്രഷ് ആവുന്ന നേരം കൊണ്ട് ഞാനുണ്ടായിരുന്ന റിംഗ് ലൈറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക, പിന്നെ അതുപോലെ മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ബ്രൈഡ് വന്നിട്ട് ആളുടെ നിക്കാഹ് ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പോൾ ചെക്കൻ്റെ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോകുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ കാര്യമായിട്ട് വലിയ ഫങ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയൊരു ഫംഗ്ഷനായിട്ട് അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് ആളിനെ കൂട്ടി കൊണ്ടുപോകും കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസമാണ് ആളുടെ, അവിടെയാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് കേട്ടോ കല്യാണം വരുന്നത്. അപ്പോൾ അവിടെയാണ് വലിയ ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് കേട്ടോ ചെയ്യാനുണ്ടായിരുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചായയും ജ്യൂസും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ബ്രൈഡ് വന്നിട്ട്. ആളുടെ പേര് ജഹാന എന്നായിരുന്നേ. പിന്നെ ആളുടെ ഔട്ട്ഫിറ്റ് വന്നിട്ട് നല്ല പേസ്റ്റൽ കളറിൽ വന്നിട്ടുള്ള ഒരു ഗ്രീൻ ആയിരുന്നേ. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഔട്ട്ഫിറ്റ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഹിജാബ് സ്റ്റൈലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മേക്കപ്പ് വന്നിട്ട് ഒരു ഡ്യൂയി ഫിനിഷിൽ വന്നിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആയിരുന്നേ. പിന്നെ ആൾക്ക് ലെൻസൊന്നും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ആളുടെ ഐസ് ഓൾറെഡി ഒരു ബ്രൗൺ കളറിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെൻസ് ഒന്നും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ബ്രൈഡ് ജഹാനയുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. മേക്കപ്പിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.